പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോവന്നെ ചെയ്യും. നിന്റെ പോക്ക് നടക്കൂല മോളെ. നിന്റെ അനിയത്തി ചൈതന്യ പറയുന്നത് നീ പോവൂല. എന്നാ നിന്റെ ചേച്ചി നന്ദന പറയുന്നേ, ഞാൻ പോകും. ഗൾഫിൽ പോവുകയോ? നിങ്ങൾ രണ്ടാളും എന്താ ഈ പറയുന്നേ? മോളെ എന്തായി സംഭവം? മോള് ഗൾഫിൽ പോകുന്നുണ്ടോ? അച്ഛാ ഇവള് വെറുതെ പറയുന്ന, ഇവക്ക് പ്രാന്ത്. അച്ഛാ, ഞാൻ വർക്ക് ചെയ്യുന്ന ചെറുപ്പത്തിലെ റോയൽ സിറ്റി ടെക്സ്റ്റൈൽസിലെ ഓണറാ എനിക്ക് വിസ ശരിയാക്കി തന്നത്. വിസ കിട്ടി, നമുക്ക് നാളെ തന്നെ ഷോപ്പിംഗ് പോകാം. അതെയോ? പോകാലോ. നിങ്ങൾ എന്നാ പറയുന്നേ? അവൾ കല്യാണപ്രായമായ ഒരു പെണ്ണല്ലേ, ഇനി ഗൾഫിലേക്ക് വിടുക? റോയൽ സിറ്റി ചെറുവത്തൂരിലെ വിശ്വസ്തനീയമായ സ്ഥാപനമാണ്. അയാളെ എനിക്ക് അറിയുന്ന ആളുമാ. അയാൾ വിസ അയച്ചു എന്ന് പറയുമ്പം അത് മോശമായിരിക്കണമെന്നില്ല. നമുക്ക് ഏതായാലും ആളെ അവിടെ പോയിട്ടൊന്ന് അന്വേഷിക്കാം. എന്തേ? ഞാൻ സമ്മതിക്കില്ല അവളെ ഒറ്റയ്ക്ക് ഗൾഫിന് വിടാൻ. അവൾ കല്യാണപ്രായമായ ഒരു പെണ്ണല്ലേ, അതും ഒറ്റയ്ക്ക്. ഞാൻ സമ്മതിക്കില്ല. അമ്മേ, അവള് ഗൾഫ് പോക്ക് നടക്കൂല. അഥവാ പോയാൽ തന്നെ അവള് തിരിച്ചും വരില്ല. ഞാനല്ലേ പറയുന്നു. തോന്നിയ ദിവസം പറയുന്നു. എടോ, അവൾക്കൊരു ജീവിതം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എന്തിനാ തടയുന്നേ? അവൾ പോയി വരട്ടെ എന്ന്. ഇവളെ പിരിഞ്ഞിരിക്കാൻ നമുക്ക് പറ്റുമോരായിട്ടാ? എനിക്ക് പറ്റൂല. എന്ന് കരുതി അവളെ ഇവിടെ തന്നെ പിടിച്ചു വെക്കാൻ പറ്റുമോ? അവൾ പോയി വരട്ടെ എന്ന്. നടക്കൂല മോളെ, നടക്കൂല. നിങ്ങൾ എന്തെങ്കിലും തീരുമാനിക്കും, ഞാൻ എന്തായാലും പോവാൻ തീരുമാനിച്ചു. നാളെ എന്റെ കൂടെ ഷോപ്പിങ്ങിൽ വരാൻ പറ്റുന്നവർക്ക് വരാം. അതാണ് അതിന്റെ ശരി. നമുക്ക് ഏതായാലും അവിടം വരെ ഒന്ന് പോയി വരാം. എന്തേ? ഇതല്ലേ ഷോപ്പ്? കേറുമോളെ. കൊള്ളാല്ലേ? നല്ല സെലക്ഷൻ ആണല്ലോ. ഹായ് എന്നേട്ടാ, എന്തൊക്കെയുണ്ട്? നല്ല ഡ്രസ്സാണല്ലോ ഇത്. എന്തുണ്ട് വിശേഷം? ഇത് നോക്കിയേ, കളക്ഷൻസ് ഉണ്ടല്ലേ. ചേച്ചി അതെടുക്കാറോ? ഞാൻ പറഞ്ഞല്ലേ ഇവിടെ തന്നെ കയറാന്ന്. നല്ല സെലക്ഷൻ അല്ലേ, ഇഷ്ടമായോ? ആ, ഇത് അടിപൊളിയുണ്ട്. സന്തോഷായി. ഇഷ്ടപ്പെട്ടില്ലേ? ഓ, ഇഷ്ടപ്പെട്ടു. വിശാലമായ ഷോറൂം, വിലക്കുറവും നിറയെ സെലക്ഷനും. ചെറുവത്തൂര് റോയൽ സിറ്റിയിൽ നല്ലാതെ ഇത്രയും സെലക്ഷൻ മറ്റെവിടെ കിട്ടാനാ? അല്ലേ മക്കളെ? എന്നേട്ടാ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാമൂഹ്യ പ്രവർത്തനം കൂടി ഉണ്ടെന്ന് അറിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഏതായാലും എൻ്റെ മോളെ നിങ്ങൾ ദുബായിലേക്ക് അയച്ചല്ലോ, വളരെ സന്തോഷമുണ്ട്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ? ആയിക്കോട്ടെ. ഓക്കെ, താങ്ക്സ്. ഇതാ കടയല്ലേ? ആ, കൊള്ളാം. വലിക്കടി. ആ, അവൻ്റെ പേരെന്താ? സിയാദ്. സിയാദ്. പിന്നെ എൻ്റെ മോള് ദുബായി പോന്നു. അവൾക്ക് നല്ലൊരു ഫോൺ വേണം. ഒന്ന് നോക്കിയിട്ട് എടുത്തു കൊടുത്താൻ. അല്ല മോനെ, ഈ കടക്ക് നല്ല പേര് കേട്ടിട്ടുണ്ടല്ലോ. മൊബൈൽ വാട്സപ്പ് കട എന്ന് പറഞ്ഞാൽ നല്ല പേരാണ് പുറത്തൊക്കെ. എന്താ ഇത്രക്കെല്ലാം വലിയ പ്രത്യേകത ഇവിടെ? നമ്മുടെ മെയിൻ പ്രത്യേകത വാട്സപ്പ് മൊബൈൽ 10 വർഷത്തോളമായി. പിന്നെ വിലക്കുറവാണ്, പിന്നെ ഗ്യാരണ്ടിയുമാണ്. വിശ്വസിച്ചെടുക്കാം, പേടിക്കണ്ട. പലിശരഹിത വായ്പാ സൗകര്യം ലഭ്യമാണ്. ആ, എൻ്റെ മോളും പറഞ്ഞു നല്ല കടയാണെന്ന്. അതുകൊണ്ടാണ് ഇവിടെ തന്നെ വന്നത്. ഒരു ഫോൺ എടുത്തെടുക്കുക. ഐഫോൺ ആയാലോ? ഐഫോൺ വേണോ? ആ, അത് നോക്കട്ടെ. ഇത് വേണം, ഐഫോൺ 13. നോയിക്കോ, നല്ലോണം നോയിക്കോ. എനിക്കിനെ പറ്റിയൊന്നും അറിയില്ല. പിന്നെ യൂസ്ഡ് വേണമെങ്കിൽ യൂസ്ഡ് ഫോണും ഉണ്ട്. നോയിക്കോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തന്നെ നോയിക്കോ. പിന്നെ ഇത് സാംസങ്ങിന്റെ ലേറ്റസ്റ്റ് മോഡലാണ്. ഇഷ്ടപ്പെട്ടോ? പോരെ? കേട്ടാ? കൊള്ളാം.
ഷോപ്പ് ഞങ്ങൾക്ക് ഇഷ്ടമായി. ഇനിയും ഞങ്ങൾ വരും. അതെ ആയി എന്നാല് ആയി ചേട്ടാ. റസാക്കേ ആ അങ്ങോട്ടിരിക്കും, ഇവിടെ വെക്കാം. ഇത് നല്ല അടിപൊളി ഹോട്ടലാണല്ലോ. പുതിയതാണെന്ന് തോന്നുന്നല്ലേ? പിന്നെ ഇവിടെ എന്തൊക്കെയാ പോലും ഫുഡുള്ളത് കഴിക്കാൻ? അതാ അതിന്റെ മുതലാളി തന്നെ വരുന്നുണ്ട്, നമുക്ക് അയാളോട് തന്നെ ചോദിക്കാമല്ലോ. ആ രാജേട്ടാ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഭാര്യ മക്കളൊക്കെ ഉണ്ടല്ലോ. ആ മോള് ദുബായിൽ പോവാ, അതുകൊണ്ട് ഷോപ്പിംഗ് ഒക്കെ നടത്തും. ഇവിടെ വന്നപ്പോ ഭക്ഷണം നിന്റെ അടുത്ത് നിന്ന് തന്നെ ആവാന്ന് കരുതി. വളരെ സന്തോഷം. ഹലോ, എന്റെ ഹോട്ടലിന് നല്ല പേരാണല്ലോടോ. എന്താ ഇതിന്റെ പ്രത്യേകത? ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലൊക്കേഷനും അതുപോലെ തന്നെ ഇതിന്റെ നീഡ്സും ആംബിയൻസും ഒക്കെ ഇന്നത്തെ ന്യൂ ജനറേഷന് ഭയങ്കര ഇതായി വന്നിട്ടാണുള്ളത്. അതുകൂടാതെ ഭക്ഷണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇക്ക, കബാബ്, ഷാർമ, ഗ്രില്ല്, തന്തൂരി, അൽഫാം, മട്ടൻ മന്തി, ചിക്കൻ മന്തി, ഫിഷ് മന്തി, ഇങ്ങനെ ഓരോ ചോയ്സും ഓരോ ന്യൂ ജനറേഷന്റെ ചോയ്സ് അനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ ഫുഡുകൾ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും വളരെ സന്തോഷമാണ്. പ്രായമുള്ളവർക്കും ചെറുപ്പക്കാർക്കും ഒക്കെ വളരെ സന്തോഷമാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ, മറ്റ് പാർക്കിംഗ് സൗകര്യങ്ങൾ, അതൊക്കെ ഈ ചെറുവത്തൂരിന്റെ ഒരു മാറ്റം തന്നെയാണ്. കാരണം നമ്മുടെ ചെറുവത്തൂരിന്റെ ചുറ്റുപ്രദേശത്തൊന്നും ഇല്ലാത്ത ഒരു സംഭവം തന്നെയാണ്. അതിന്റെ ആ ഒരു സന്തോഷം ജനങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. ആ ഒരു സന്തോഷത്തിൽ ജനങ്ങൾക്ക് നല്ലൊരു പബ്ലിസിറ്റി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിങ്ങളെ പോലുള്ളവരുടെ സഹകരണത്തോടെ തീർച്ചയായും ഈ സ്ഥാപനം ഒരുപാട് മുന്നോട്ട് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എടാ മക്കളെ, എല്ലാവരും നന്നായി ഭക്ഷണം കഴിക്കും. ആരാ ദുബായി പോന്ന്? ദൈവം അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ. രാജേട്ടാ ഞാൻ ആളെ വിടാം. ഓ ശരി. വേഗം കയറ്, ബാങ്കിൽ പോകണ്ടേ? കോഴിക്കോട് ബാങ്കെല്ലാം ഉഷാറായി പോയിപ്പോ. നമസ്കാരം. എന്തിനാ ഞാൻ വന്നത്? കുറെ കാലം കാണാത്തത്. ആ എന്റെ മോക്ക് ദുബായി പോകാൻ ഒരു അവസരം വന്നിട്ടുണ്ട്. അതിനോട് ചെറിയൊരു ലോൺ ശരിയാക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ലോണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ സെക്രട്ടറിയായിട്ട് ഔദ്യോഗികമായിട്ട് ആ കാര്യങ്ങൾ ആയി. ശരി എന്നാ. സമയത്ത് ആയി എന്നാൽ. പറഞ്ഞാൽ ആയി എന്നാൽ. നമസ്കാരം സാറേ. ഏട്ടാ അല്ല, കോഴിക്കോട് ബാങ്ക് നല്ല വികസനമാണല്ലോ. എന്താ ഡെവലപ്മെന്റ് ഇവിടെയൊക്കെ കാണാൻ നല്ല ഉഷാറായിട്ട്. അല്ല, കാലത്ത് മാറ്റം വേണ്ടേ ചേട്ടാ? ഇപ്പോൾ ജനങ്ങളെല്ലാം സപ്പോർട്ട് പിന്തുണ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു മാറ്റങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ മോള് ദുബായി പോകാനുള്ള പരിപാടി ആയിട്ടുണ്ട്. അതിനുള്ള ലോൺ ശരിയാക്കാൻ വേണ്ടി വന്നതാണ്. അതിൻ്റെ എന്തൊക്കെയാ കാര്യങ്ങളെന്ന് പറഞ്ഞിരുന്നെങ്കിൽ. നമ്മൾ പല ലോൺ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ വിദ്യാഭ്യാസ ലോൺ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ വിദേശത്ത് പോകാനുള്ള ലോൺ കൊടുക്കുന്നുണ്ട്, കാർഷിക വായ്പകൾ കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കും. അപ്പോൾ നിങ്ങളെ മോക്ക് വായ്പ തരാൻ നമ്മൾ തയ്യാറാണ്. പോരെ.
നമ്മളെ ഒരു പൂർവികന്മാരുണ്ടാക്കിയ പടുത്തൂര് സ്ഥാപനത്തിന് ജനങ്ങളുടെ നല്ല സപ്പോർട്ട് ലഭിക്കുന്നതോടുകൂടി നല്ല രീതിയിലുള്ള മാറ്റം ഈ കാണുന്ന രീതിയിലൊക്കെ മാറ്റത്തിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഭരണസമിതിയും ജീവനക്കാരും അതുപോലെ തന്നെ നമ്മുടെ ഇടപാടുകാരും നല്ല സപ്പോർട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിക്ഷേപങ്ങൾക്കൊക്കെ നല്ല പലിശ, എന്ന് പറഞ്ഞാൽ സാധാരണ സർക്കാർ നിശ്ചയിക്കുന്ന രീതിയിലുള്ള പലിശ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വായ്പകൾക്ക് സർക്കാർ നിശ്ചയിക്കുന്ന വായ്പ ഈ പലിശ നിരക്ക് തന്നെയാണ് ഈടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഇടപാട് നടക്കുന്നുണ്ട്. ഒരു നല്ല രീതിയിലൊരു സൂപ്പർ മാർക്കറ്റ് അവിടെ പടുത്ത് ആക്കിയിട്ടുണ്ട്. അതിപ്പോൾ അടുത്ത കാലത്ത് പ്രവർത്തനം തുടങ്ങിയതാണ്. അതൊക്കെ നല്ല നമ്മുടെ നാട്ടിലെ ഒരു പൂർണ്ണമായ സപ്പോർട്ട് തന്നെയാണ് എന്നാണ് എനിക്കത് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങളെ വായ്പകൾ നമ്മൾക്ക് യാതൊരു മടിയും ഇല്ല. മോളെ ഗൾഫിലൊക്കെ പോയി സമ്പാദിച്ച് വരുമ്പോൾ നമ്മളെ ക്ലായിക്കോട് മേഖല ഒരിക്കലും മറക്കരുത്. ഉണ്ടാവുന്ന പൈസ എത്രയാണെന്ന് വെച്ചാൽ അത് ഇതില്ല, പരിധിയില്ലാത്ത രീതിയിൽ നമുക്ക് തരാൻ തയ്യാറാവുന്നതെന്ന് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാം. എനിക്ക് ഭയങ്കര വിശ്വാസം. വളരെ ഉപകാരം. എന്നാ ശരി, സന്തോഷമായില്ലേ മക്കളെ? നല്ല സെലക്ഷൻ ആയിരുന്നല്ലേ ഏട്ടാ, അല്ലേ? ഷോപ്പിംഗ് ഒക്കെ അടിപൊളി, ഫുഡും അടിപൊളി. പക്ഷെ ഇവളെ ഗൾഫ് പോക്ക് അത് മാത്രം നടക്കൂല. വാ എടുക്കണി. നമ്മളുടെ മോളുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. 1 ലക്ഷം റുപ്യ അയച്ചിട്ടുണ്ടല്ലോ. അടിപൊളി. അച്ഛാ എന്നാ പൈസ കൊണ്ട് എനിക്ക് ഒരു ഐഫോൺ. പിന്നെ ഓക്കെ ഐഫോൺ. ഇവിടെ പോവൂല, പോയാ വരൂല എന്നൊക്കെ പറഞ്ഞോക്ക് ഇപ്പൊ ഐഫോൺ വേണമല്ലോ. എന്നാ അവക്ക് വാങ്ങിച്ചു കൊടുക്കണ്ട, എനിക്കൊരു ഫോൺ വാങ്ങിച്ചാ. അയ്യടാ ഈ പ്രായത്തില് ഫോൺ ഒന്ന് പോയാമേ. അച്ഛാ എനക്ക് വാങ്ങിത്താ. രണ്ടാളും മിണ്ടാതിരുന്നോ? ഓക്കെ ഫോൺ, മറ്റോക്ക് ഐഫോൺ. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എല്ലാ പ്രവാസികൾക്കും പറ്റുന്ന മണ്ടത്തരം എൻ്റെ മോക്ക് പറ്റാൻ ഞാൻ സമ്മതിക്കൂല. അവളയക്കുന്ന പണത്തിൻ്റെ 90% പൈസയും അവളുടെ പേരിൽ ബാങ്കിൽ നിക്ഷേപിക്കും. അതും ക്ലായിക്കോട് ബാങ്കിൽ. അത് ഉറപ്പാ. ഓ, ഒരച്ഛനും മോളും.